നിലമ്പൂരിൽ പോരാട്ടം ജനങ്ങളും പിണറായി വിജയനും തമ്മിലെന്ന് പി വി അൻവർ മീഡിയ വണ്ണിനോട്. 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം വരെ UDF കിട്ടും. നിലമ്പൂരിൽ സ്വതന്ത്രയായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വരട്ടെ എന്നും അൻവർ. ഇടതുപക്ഷത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയല്ല വീണ എന്നും അൻവറിന്റെ പരിഹാസം. ശ്രീ പി വി അൻവർ നമ്മളോടൊപ്പം ചേരുകയാണ്. നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി കളമൊരുങ്ങുകയാണ്. എന്താണ് താങ്കളുടെ ഒരു കണക്കൂട്ടൽ, ഒരു പ്രതീക്ഷ? എൻ്റെ കണക്കൂട്ടലല്ല, കേരളത്തിലെ ജനങ്ങളുടെ കൃത്യമായ കണക്കൂട്ടലും ഉറപ്പുമാണ്. അവിടെ UDF വലിയ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി വിജയിക്കും. പിണറായി ഗവൺമെൻറ്റിനെതിരെ വരാനിരിക്കുന്ന 26 തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും. ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരും, 3-ാം വട്ടം വരാൻ പോകുന്നു എന്ന ഒരു കള്ള നരേഷൻ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും. ആ ഉത്തരവാദിത്തം നിലമ്പൂരിലെ ജനങ്ങളും വോട്ടർമാരും ഏറ്റെടുക്കും. എത്രത്തോളം ഒരു ഭൂരിപക്ഷം? സ്വാഭാവികമായി UDF പിന്തുണ താങ്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഭൂരിപക്ഷം എത്ര എത്തും എന്നുള്ളൊരു? എന്തായാലും എബവ് 25,000, അതൊരു 50,000 വരെ പോകാം. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്കത് പറയാൻ കഴിയുള്ളൂ. മിനിമം 25,000, അതിനൊരു തർക്കവും കാര്യത്തില്ല. ഈ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു അഭിപ്രായമാണ് താങ്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ താങ്കളൊരു സ്ഥാനാർത്ഥി അങ്ങനെ ഒരു മുന്നോട്ട് വെക്കുന്നുണ്ടോ? എന്താണ് അത്? ആദ്യഘട്ടമല്ല, ഇതിപ്പോൾ അവസാന ഘട്ടമാണല്ലോ. അവസാന ഘട്ടത്തിൽ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, UDF എടുക്കുന്ന എന്ത് തീരുമാനവും നിരുപാധിക പിന്തുണ ഏത് സ്ഥാനാർത്ഥിയായാലും. ഞാൻ അന്ന് പറഞ്ഞ അന്നത്തെ അത് 5 മാസം മുമ്പാണ്. അന്നത്തെ രാഷ്ട്രീയ ചിത്രമല്ല ഇന്ന് കേരളത്തിലുള്ളത്. അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ 3.5 കോടി ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കേരളത്തിലെ ജനം അതിനെ കാണാൻ പോകുന്നത്. നിലമ്പൂരിലെ ജനങ്ങൾ അതിനെ കാണാൻ പോകുന്നത്. അവിടെ ജനങ്ങളും പിണറായിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്, UDF LDF തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല. അതുകൊണ്ട് മത്സരിക്കുന്ന വ്യക്തി ആരാണെങ്കിലും അത് ആൻറ്റി പിണറായി വോട്ട് അദ്ദേഹത്തിന് വന്നിരിക്കും. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു പ്രസക്തിയില്ല. കഴിഞ്ഞ 6 മാസത്തിന് ശേഷം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചിത്രത്തിൻ്റെ മാറ്റം അതാണ്. അതിൻ്റെ പ്രതിഫലനം അവിടെ ഉണ്ടാവും. ഇപ്പോൾ LDF പയറ്റുന്നത് അതേ വീണ്ടും ഒരു തന്ത്രമാണ്, സ്വതന്ത്ര രംഗത്തിറക്കിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ അത്തരത്തിൽ പൊതു സ്വീകാര്യനായിട്ടൊരു സ്വാതന്ത്ര്യം വരുവാണെന്നുണ്ടെങ്കിൽ അതൊരു മെച്ചമായി മാറില്ല. അത് ഒരു ഘടകം സ്വതന്ത്രമല്ലെന്ന് മരുമകൻ പിണറായിയുടെ മകൾ വന്ന് മത്സരിച്ചോട്ടേന്ന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയല്ലേ. ഒരു പൊതു സ്വാതന്ത്ര്യമായിട്ട് തന്നെ പുള്ളിക്കാരത്തി വരട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും അദ്ദേഹം വളരെ നേരത്തെ തന്നെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് സജീവമായി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയും ചെയ്യുകയാണ്. ക്യാമറമാൻ സഞ്ജു പുറ്റമ്മലിനൊപ്പം സിജോ ബി ജോൺ, മീഡിയ 1.